അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു ഐറ്റം പരിചയം. ഇത് എവിടെ നിന്ന് കിട്ടി? ഒരു ബാഗിൽ നിന്ന്. ഏത് ബാഗിൽ? ഒരു ബ്രൗൺ ഒക്കെ കളറുള്ളൊരു. കറക്റ്റ് ഇപ്പൊ തന്നെ നിനക്കത് കിട്ടിയല്ലോ. ഇത് എന്താന്നറിയാവോ? ഇതിപ്പോ നിങ്ങളുടെ കാലത്തൊന്നും ഇല്ല ഇതൊക്കെ. നിങ്ങളുടെ കാലത്ത് ഇനിയിപ്പൊ ഈ കാലത്തൊക്കെ ആരെങ്കിലും അയക്കുമെന്നറിയില്ല. ഇപ്പൊ എല്ലാം വാട്സപ്പ് മെസ്സേജ് ഒക്കെ അല്ലേ. നമുക്ക് ഇവരെയും കൂടെ കാണിക്കാം. നമ്മൾ വേറൊരു വീഡിയോ എടുക്കാൻ പോയിരുന്നു. എന്നാൽ ഇപ്പൊ ഇത് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇത് കാണിക്കാം. ഇത് ആണ് ക്രിസ്മസ് കാർഡ് എന്ന് പറയും. ക്രിസ്മസ് ന്യൂ ഇയർ കാർഡ്. ഇതെന്താന്നാ ഭയങ്കര പൊടി പിടിച്ചിരിക്കുക. ഇത് എനിക്ക് കിട്ടിയ കുറെ കാർഡുകളാണ്. പണ്ടൊക്കെ ഇപ്പഴല്ലേ നമ്മൾ വാട്സാപ്പിലൊക്കെ അയക്കാൻ തുടങ്ങിയത്. പണ്ടിങ്ങനെ അതൊക്കെ ചീത്തായിപ്പോയടാ. അമ്മയെ സൂക്ഷിച്ചു വെച്ചേക്കുന്നു. പണ്ടത്തെ കാർഡാണ്. ചീത്തായിപ്പോയി. വേറെ ഉണ്ട്, കാണിച്ചു തരാം. നോക്കിയതൊക്കെ നോക്കിയില്ലേ? ഞാൻ കാണിച്ചു തരാം. ഇത് പണ്ട് ഏറ്റവും ആദ്യമൊക്കെ വന്നു. ഞാൻ 1992 ഇതിലൊക്കെ വന്നിട്ടുള്ളതാണ്. ആ സമയത്ത് അമ്മയ്ക്കും അച്ഛനും വന്നിട്ടുള്ള കാർഡുകളാണ് ഇതൊക്കെ. അതായത് മൊത്തം ചീത്തായിപ്പോയി ഇവിടെ എഴുതിയതൊക്കെ. അതെ, അച്ഛനല്ല, ബീനാമ്മക്കും അപ്പയ്ക്കും കിട്ടിയ കാർഡാണ്. ഇതെല്ലാം ബീനാമ്മക്കും ഇതൊക്കെ അച്ഛനും കിട്ടിയ കാർഡാണ്. അതേതോ ഫ്രണ്ട് തന്നതാ. ഇതും ഭയങ്കര പഴയ കാർഡാണ്. ഇതൊക്കെ കണ്ട് അൺബോക്സ് ചെയ്തിരുന്നതാണ്. ഇത്രയൊന്നുമല്ല, കുറെ ഉണ്ടായിരുന്നു കേട്ടോ. കാണിച്ചു കൊടുക്ക്. ഇവിടെ കാണിച്ചെടുക്കണ്ട ഒരു കാർഡ്. എങ്ങനെയുണ്ട്? എന്തുവാ ഇത് 3D പോലെ ഇരിക്കും. ഇത് വെറൈറ്റി കാർഡാണ്. ഇതുണ്ട. എന്നിട്ട് ഇതിന്റെ അകത്ത് ഉണ്ടോ? ഇതിന്റെ അകത്ത് എഴുതുകയാണ്. ഇത് ഫ്രണ്ട് തന്നതാണ്. എന്താ അതും രണ്ടാമത്. ഇത് നമുക്ക് ഈ 10th പഠിക്കുമ്പോ ചെയ്യാൻ പോകും. കണ്ടേ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് കാർഡ്. ഇങ്ങനത്തെ മാത്രമല്ല, കുറെ മ്യൂസിക് ഒക്കെ കേൾക്കണ കാർഡൊക്കെ ഉണ്ടായിരുന്നു. ഓപ്പൺ ചെയ്യുമ്പോ മ്യൂസിക് കേൾക്കണ കാർഡ്. അതൊക്കെ പോയി. കുറെയൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്, പക്ഷെ പോയി. ഇത് അമ്മ ഇല്ലേ, അഞ്ചുമാമിയുടെ കല്യാണത്തിന് മുമ്പ് വന്നതാ. അഞ്ചുമാമിയുടെ ഹാൻഡ് റൈറ്റിങ് കാണിച്ചു കൊടുക്കട്ടെ. നല്ല ഹാൻഡ് റൈറ്റിങ് ഉണ്ടോ? അത് കൊടുക്കല്ലേ. അതിനിപ്പുറത്ത് സൺഫ്ലവറിന്റെ ഒക്കെ പറഞ്ഞു. ഓക്കെ, എന്തോ നോക്കട്ടെ. കണ്ടൊക്കെ കാണിച്ചതില്ലേ നോവൽസ് ആശംസകൾ. കളയല്ലേ. ഏത് നോക്കട്ടെ. ഇതാരൊക്കെ നോക്കട്ടെ. കാണിച്ച ഇതും അഞ്ചുമാമി അയച്ചതാ. ഇതും അഞ്ചുമാമിയുടെ ന്യൂ ഇയർ കാർഡ്.
നന്ദന കൃഷ്ണ. അത് അമ്മയുടെ പഴയ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പഴയ ഫ്രണ്ട്, ഇപ്പോഴും ഫ്രണ്ട് തന്നെയാണ്. ഇരിക്കാനൊന്നും സമയമില്ല. കുറെ എഴുതി വെച്ചിട്ടുണ്ട് അവള്, കുറെ സാധനം. കാട് മൊത്തം എഴുതി വെച്ചേക്കുക. നന്ദന ഓക്കെ. നമ്മുടെ മുടി സോൾട്ട് എന്നിട്ട് അയ്യോ പച്ചെടുക്കല്ലേ. ഇതാണ് അത് ഒരു ഉമ്മയത്തുണ്ടോ? ഫ്രണ്ടിലെ ഫ്രണ്ട് അയച്ചു തന്നതാ. നമ്മള് ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇടത്തില്ലേ, അപ്പൊ ഒരു കാണായിരുന്നത്. ഇത് ഭയങ്കര പഴയ ഒരു കാർഡാട്ടാ. ഇത് അമ്മയുടെ മാമൻ അയച്ചു തന്നതാ. ഇപ്പൊ കാർഡൊക്കെ ഉണ്ടോ? ഇത് നമ്മള് കടയിലേക്ക് പോകാത്തോണ്ടാണെന്ന് അറിയാം. എന്ത് കാണിച്ചേ? ഇതിന് ഇങ്ങനത്തെ കട്ടിങ് പിന്നെ കാർഡാണല്ലോ ഇഷ്ടപ്പെടുന്നത്. ഇതെനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ കിട്ടിയാൻ തോന്നുന്നു. തീർന്നോ? ഇല്ല. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും അധികം കാർഡ്. ഇത് നിന്റെ ഒരു മാമൻ അയച്ച കാർഡാ. സന്തോഷ് മാമൻ എന്ന് പറയും പണ്ട് അയച്ച കാർഡ്. എന്ത് കാണിച്ചാ? അതൊന്നും അത്ര ഇഷ്ടപ്പെടാൻ അതിലൊന്നും ഇല്ലല്ലോ. ഇത് സ്കൂളിൽ വെച്ചിട്ട് കിട്ടിയ കാർഡ്. ഇതൊന്നും ഞാൻ തരത്തില്ല കേട്ടാ. ഇനി ഇതൊക്കെ എടുത്ത് കളിക്കാൻ നിൽക്കരുത്. തരത്തില്ല, ഒന്നും തരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ നെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഈ വീഡിയോ ഇനി വേറെ വീഡിയോ ആക്കി ഇടാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.